ശ്രീ സണ്ണി ജോസഫ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ധനകാര്യമന്ത്രി. യെസ് സാറേ, സംസ്ഥാനത്തെ കൃഷിഭൂമിയെയും ജനവാസ മേഖലകളെയും ഒഴിവാക്കിക്കൊണ്ട് ESA നിർദ്ദേശിച്ചുകൊണ്ട് ഉമ്മൻ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിച്ചുകൊണ്ട് പല നോട്ടിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 6/7/22 നോട്ടിഫിക്കേഷനിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിനൊഴികെയുള്ള മറ്റ് തെക്കൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് ഈ നോട്ടിഫിക്കേഷൻ. എന്നാൽ കേരള ഗവൺമെൻറ് 6/3/24 LSCD പ്രിൻസിപ്പൽ സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശത്തിൽ ഇത് മറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൻ്റെ കരട് നിർദ്ദേശം അംഗീകരിച്ചിട്ടില്ല, കേരളത്തിൻ്റെ ബദൽ നിർദ്ദേശം അംഗീകരിച്ചിട്ടില്ല. ആദ്യത്തെ കരടാണ് ഇപ്പോഴും ഫലത്തിലുള്ളത് പ്രാവർത്തികമാകുന്ന നിലയിലാണ്. അപ്പോൾ ഈ തെറ്റ് തിരുത്താനും ജനവാസ മേഖലകളെയും കൃഷി സ്ഥലങ്ങളെയും പൂർണ്ണമായിട്ടും പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങളായി മാറ്റുന്നതിനെ ഒഴിവാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ കേരള ഗവൺമെൻറ് സ്വീകരിക്കുന്നു. താങ്ക് യു. ദീർഘമായ മറുപടി. അവസാനത്തെ ഒറ്റ പാരഗ്രാഫ് തെരഞ്ഞൊരു വിഷയമായിരുന്നു സാർ. UDF സർക്കാരിൻ്റെ കാലത്ത് വേണ്ടത്ര പരിശോധനകൾ നടത്താതെ ജനവാസ മേഖലകളെ കൂടി ഉൾപ്പെടുത്തി തയ്യാറാക്കി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 2014 കേന്ദ്ര സർക്കാർ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഈ കരട് വിജ്ഞാപനമാണ് ഇപ്പോഴും നിലവിലുള്ളത്. എന്നാൽ ജനവാസ മേഖലകൾ, തോട്ടങ്ങൾ, ജലാശയങ്ങൾ, ഒറ്റപ്പെട്ട വനപ്രദേശങ്ങൾ എന്നിവ പൂർണ്ണമായി ഒഴിവാക്കി മാത്രമേ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ വിജ്ഞാപനം ചെയ്യാവൂ എന്നതാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട്. അതനുസരിച്ചുള്ള നടപടികളാണ് നേരത്തെ വിശദീകരിച്ചിട്ടുള്ളത്.